ഹായ് ഫ്രണ്ട്സ്, രാവിലെ തന്നെ ഓള് സെന്റ് അടിച്ചു തുടങ്ങിയിരിക്കണം. ഇന്നാണ് നമ്മളെ ജോർജിയ ട്രിപ്പ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡും ഓള് ഭയങ്കര സാഡുമാണ്. അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യണവരെ ഓളെ ജോലിക്കാക്കി കൊടുത്തിട്ട് നമ്മളും ജോലി കയറി. എക്സൈറ്റ്മെന്റ് കൂടിയിട്ടേ സമയമായിട്ട് പോകണില്ല. അങ്ങനെ ഒരുവിധം വൈകുന്നേരമാക്കിട്ട് ഷട്ട് ഡൗൺ ചെയ്തിട്ട് കണ്ടം വഴിയോടി. അപ്പൊ നോക്കുമ്പോൾ ഒടുക്കത്തെ ബ്ലോക്ക് പാലാക്കിന്റെ അവലും കഞ്ഞി. ഞാൻ 1.5 മണിക്കൂറുള്ള എയർപോർട്ടിലെത്താൻ. അതിന്റെ ഇടയ്ക്ക് പെരി കയറാൻ എന്നിട്ട് പെട്ടി എടുക്കണം, എന്നിട്ട് വേണം പോകാൻ. പെരി കയറിയപ്പോ ചോറിന്ന് കണ്ടൊരു വൈക്കിറങ്ങിയിട്ട് പിന്നെ വയറ് ഡപ്പി കയറാം. എനിക്കാണെങ്കിൽ ടെൻഷൻ കയറി ഡപ്പി കുറച്ച് കൂടുതലുമാണ്. അപ്പൊ പെട്ടിയും പൊക്കണൊക്കെ എടുത്തിട്ട് ഞാൻ ഇറങ്ങാൻ നിൽക്കുമ്പോൾ ഉമ്മാന്റെ വക ഒരു ഉമ്മ വെക്കേഷൻ അടിച്ചു വിളിച്ചാൽ പോകണം. ആകെ ഇപ്പൊ സെന്റ് ആവും തോന്നുന്നുണ്ട്. ഓള് ഞാൻ ചിരിച്ചിക്കണമെന്ന് നോക്കണ്ട, മുല്ലപ്പെരിയാറിന്റെ അവസ്ഥയാണ്. ഇപ്പൊ പൊട്ടു തന്നെയാണ് നിൽക്കുന്നത്. അപ്പൊ നമ്മള് സാധനങ്ങളൊക്കെ വണ്ടി വെച്ചു. ഇത് നജീബ്, നമ്മളൊരു കൂട്ടുകാരനാണ്. എയർപോർട്ടിൽ നമ്മളെ കാത്തിട്ട് നമ്മളെ കൊണ്ടുപോകുന്ന സലാംബാറിന്റെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഓ എന്നെ പിന്നെയും ബേസിലാക്കാൻ നോക്കുകയാണ്. ഞാൻ സമ്മതിക്കോ, ഞാൻ കൈയാണ്ട് കൊടുത്തു. അൻസാരിനോടാ കളി. ഓല് നമുക്ക് വേണ്ട പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ പ്രിന്റ് എടുത്തിരുന്നു. ഇത് ഗൗതം, ദിവ്യ, നമ്മളൊപ്പം ട്രിപ്പിലുണ്ട്. ഇപ്പൊ എനിക്ക് ബാംഗ്ലൂർ ഡേയ്സ് ഓർമ്മ വന്നില്ലേ? എനിക്ക് ഓർമ്മ വന്നിരുന്നു. ഇന്ന് ഫ്ലൈ ദുബായിക്കാർ ടിക്കറ്റ് ഗിവ് എന്തോ കൊടുത്തു പോകുന്നുണ്ട്. അജാത് തിരക്കിയിരുന്നു. ഈ പോണ ഒമാനാറിന്റെ കുടുംബശ്രീക്കാരാണ്. എമിഗ്രേഷൻ നിൽക്കുമ്പോൾ എന്താണാവോ ഡപ്പി കുറച്ച് കൂടുതലാണ്. ഇന്ത്യക്ക് ഒരു മിസ്റ്റേക്കും ഇല്ല നിൽക്കാരാ, എന്നാലും ഡപ്പിയാണ്. ദാ കണ്ണാടി നോക്കിക്കുന്ന മനസ്സ് നമ്മളപ്പോ സെക്യൂരിറ്റി ചെക്കിലുണ്ടായിരുന്നു.